ഇന്ന് നമുക്കൊരു റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് നന്നായി ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം, കുറച്ച് മുളകും പൊടിയും ചേർക്കാം, പിന്നെ ഒരിത്തിരി ഓയിൽ ഒഴിക്കാം. ഡ്രൈ ആയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേപ്പില ഇടാം, വലിയ ജീരകം, ചെറിയ ജീരകം, 2-3 ചുമന്നുള്ളി, കുറച്ച് തേങ്ങ, പിന്നെ പട്ട, ഗ്രാമ്പു, കുറച്ച് എന്താ. അപ്പോൾ നമ്മളെന്താ മസാലയ്ക്കുള്ള സാധനം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിന് നമുക്കിന്ന് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വേപ്പില, പട്ട, ഗ്രാമ്പു, തക്കോലം, പിന്നെ ജാതിപത്രിക എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക്, മുഴുവൻ മല്ലി, അതേപോലെ ഒരു തരി ഉഴുന്നും ഒരു തരി ഉലുവയും കൂടി ഇടാം. പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർക്കാം. 2 മണി മുതിരയും ഇട്ടിട്ടുണ്ട് ഞാനിതിലേക്ക്. അത് കഴിഞ്ഞ് ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലകളൊക്കെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ മസാല പരത്തിയ ചിക്കൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കുക്കറിലുണ്ട്. ഇതാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് സവോള വഴറ്റിയെടുക്കാം. ഈ സവോള വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുകയാണ് ചെയ്യണത്. കുറച്ച് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇടാം. കുറച്ച് മതി, നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഈ സവോളയ്ക്കുള്ളതാണ്. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. മസാല ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ്റെ കുറച്ച് ഇതിലേക്ക് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ചാറ് ഇതിൽ കിടന്ന് ഒന്ന് കുറുകി വരണം. അപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ, അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിലിടണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.